എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ശരിക്കും എന്റെ ആരാ? അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? ഇന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആണോ? ശരിക്കും? എടാ അതിപ്പോ എന്താ അത്ര ആലോചിക്കാനേ? അതൊക്കെ എനിക്കും അറിയുന്ന കാര്യല്ലേ? ആണില്ലേ? എന്നിട്ടാണ് ഈ നാട്ടിൽ പോണ കാര്യം ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന നസീറൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. എടാ അതങ്ങനെയല്ല. മതിയടാ, ഇങ്ങനെയൊക്കെ ഒരാളെ മനസ്സിലാവുക. എന്തായാലും എനിക്ക് നല്ല ഹേർട്ടായി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് എന്റെ സിറ്റുവേഷൻ അറിയുന്നല്ലേ? നാട്ടിൽ പിന്നെയും ഹോസ്പിറ്റൽ കേസായി, ഓർക്കൊക്കെ പ്രായമായി വരുന്നല്ലേ? എനിക്ക് നാട്ടിൽ പോലാന്ന് നിവൃത്തില്ല, അവിടെ ഒരാള് വേണം. അതുകൊണ്ട് ഈ നാട്ടിൽ പോണ എന്നോട് പറയാതെക്കണോ? അതല്ലടാ, ഈ ഓൾറെഡി ഇന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും പറഞ്ഞ ഈ ഇനിയും ക്യാഷ് തരും. ഇതൊക്കെ പാടെ എനിക്ക് തിരിച്ചു തരാൻ കഴിയണ്ടേ? അപ്പൊ ഇതാണ് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. എന്റെ സിറ്റുവേഷനും എന്റെ പ്രശ്നങ്ങളും ഒക്കെ എനിക്കറിയാം. അതിനുള്ള സൊല്യൂഷനും ഉണ്ട് എടുത്തിട്ടുണ്ട്. എന്ത് സൊല്യൂഷൻ? ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാട്ടിൽ എന്റെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതാവുമ്പോ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റ്, അതുമല്ല കൃത്യസമയത്ത് ഒരു മരുന്ന് കഴിക്കണ്ടോന്ന് വരെ ഹെൽത്ത് മാനേജർ നോക്കിക്കോളും. എടാ അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്തെങ്കിലും എമർജൻസി വന്നാലോ? എടാ അതിനൊക്കെ വഴിയുണ്ട്. ഓലെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിലൊരു SOS ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഉടനടി ഹെൽപ്പെത്തും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഈ ഒരു കാര്യം ചെയ്യും, പാരന്റ്സിന് വേണ്ടി മാത്രമല്ല അന്നെ ഇൻക്ലൂഡ് ആക്കി ഇൻഷുറൻസ് എടുക്കും. അസുഖത്തിന്റെ കാര്യല്ലേ, റിസ്ക് എടുക്കണ്ടല്ലോ. ഇവരുടെ ലിങ്ക് എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. 40% വരെ ചെലവ് കുറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റും. അതുമല്ല ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാം. അത് ഇന്ന് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിന് ഹേർട്ടായാലോ? ബെസ്റ്റ് ഫ്രണ്ട് വണ്ടി കയറ്.